സഖാവ് ഇ പി ജയരാജനെ പോലെ ബോംബ് കൈകാര്യം ചെയ്ത പരിചയമൊന്നും എനിക്കില്ല. ബോംബിൽ ടെക്നോളജിയും PhDയും ഒക്കെ എടുത്ത ആളാണ് ശ്രീമാൻ ഇ പി ജയരാജൻ. എന്താണ് പൈപ്പ് ബോംബും കുഴി ബോംബും ഒക്കെ പരിശോധിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക സാങ്കേതിക വിദ്യ ഇ പി ജയരാജൻ്റെ വീട്ടിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഞാൻ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുന്നു. അപ്പം ഞാൻ കരുതിയത് എന്താണ്, എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ നടന്ന ഒരു സംഭവം അല്ലേ, ആ സംഭവത്തിൽ അവിടെയും ഒരു വെളുത്ത കാറുണ്ട്, എൻ്റെ വീട്ടിലും ഒരു വെളുത്ത കാറുണ്ട്. 2 നില വീടാണ്, അതും എൻ്റെയും 2 നില വീടാണ്. അപ്പം ഞാൻ എന്താ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ആര് ചെയ്തു എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ കാറ് പുറത്തു പോയത് അറിയാതെ. കാരണം എന്താണ്, എൻ്റെ ഓപ്പോസിറ്റ് വീടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. എനിക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്നോ എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യാർത്ഥമാണ് പോലീസിനെ വിളിച്ചത്, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനല്ല വിളിച്ചത്. അപ്പോൾ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ACPക്കുള്ള താമ്രപത്രം ഞാൻ മാനസികമായി പത്രസമ്മേളനത്തിലൂടെ കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. കണ്ണൂരിനേക്കാൾ മേലെയൊന്നും ഇല്ലല്ലോ തൃശ്ശൂര്. അല്ല, ഈ വിഷയത്തിൽ പോലീസ് എന്താണ് സ്റ്റാൻഡ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ചും, കേസ് കെട്ടിപ്പൂട്ടുകയാണെങ്കിൽ എനിക്ക് നോട്ടീസ് തരണമല്ലോ. ഇതുവരെ നോട്ടീസ് തന്നിട്ടില്ല. അപ്പോൾ ആലോചിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞ് എനിക്ക് അല്ല, കമ്മീഷണറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് ഇത് അന്വേഷണം തുടരുമെന്നാണ്. അതും മാധ്യമത്തിലൂടെയുള്ള അറിവാണ്. ഒരു പത്രമാധ്യമത്തിൽ ഞാൻ കണ്ടു, ഈ കേസ് അന്വേഷണം നിർത്തിയിട്ടില്ല എന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു വരി ഞാനൊരു പ്രമുഖമായിട്ടുള്ള പത്രത്തിൽ വായിച്ചു. അത് ശരിയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മളുമായിട്ടൊരു സംവദിക്കലുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇപ്പം KT ജയകൃഷ്ണൻ മാസ്റ്റർ ക്ലാസ് മുറിയിൽ കൊലപ്പെടുന്നതിന് മുൻപ് അവിടെ എന്തായിരുന്നു അതിനവർ സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ ദുർബലമാണെങ്കിലും ശക്തമാണെങ്കിലും എന്നെ ഏത് രീതിയിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലബ്ബ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാൻ തയ്യാറല്ലെങ്കിലും എനിക്കത് വിഷയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പൊതുസമൂഹത്തിൽ എന്താണോ ഉദ്ദേശിച്ചവരുടെ മനസ്സിലുള്ളത്, അവരുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ, എനിക്കത് വിഷയമേ അല്ല. ഞാൻ എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, ഞാൻ ഉച്ചയ്ക്ക് ശേഷം സംഘപരിവാറിൻ്റെ മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ആ പങ്കെടുത്തു. എൻ്റെ പണികളെല്ലാം അന്ന് മുതൽ ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് സഖാവ് ഇ പി ജയരാജനെ പോലെ ബോംബ് കൈകാര്യം ചെയ്ത പരിചയമൊന്നും എനിക്കില്ല. അപ്പോൾ ബോംബ് എങ്ങനെയായിരിക്കും, ബോംബിൽ ടെക്നോളജിയും PhDയും ഒക്കെ എടുത്ത ആളാണ് ശ്രീമാൻ ഇ പി ജയരാജൻ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേരളത്തിൽ അങ്ങനെയാണ്. പരിപ്പോടയും കട്ടൻ ചായയും പുസ്തകം എഴുതി മുഴുവൻ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത പ്രസാധക സംഘത്തെ വരെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഒരാളാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ആ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എൻ്റെ വീടിന് മുന്നിൽ ഒരു അത്യാഹിതമുണ്ടായാൽ സഖാവ് ഇ പി ജയരാജനോട്, കണ്ണൂരിൽ ഉള്ള ഇ പി ജയരാജനോട് ഇത് എന്താണ് എന്ന് ചോദിക്കുന്നതിലെ സാങ്കത്യം വല്ല മെഷീനും ഉണ്ടോ ഇ പി ജയരാജൻ്റെ കയ്യിൽ? എന്താണ് പൈപ്പ് ബോംബും കുഴി ബോംബും ഒക്കെ പരിശോധിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക സാങ്കേതിക വിദ്യ ഇ പി ജയരാജൻ്റെ വീട്ടിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാവും അവിടെ ഇരുന്ന് പരിശോധിച്ച് പറഞ്ഞത് വിഷു അല്ലേ, അതിൻ്റെ ഏതെങ്കിലും പടക്കമായിരിക്കും എന്ന് പറയാൻ കാരണം എന്ന് ഞാൻ കരുതുന്നു.